Hello everyone, Mufida, your mind and life transformation കുറിച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ ആയ ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടന്റ് കൊണ്ടാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പരിചിതമായിരിക്കും, അതുപോലെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് മൊസോറ ഇമോറ്റോ, അതായത് മെസാരോ ഇമോറ്റോ എന്ന ജാപ്പനീസ് സയന്റിസ്റ്റ് ആണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ലോകത്തിന് കാണിച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വേർഡ്സും, അതായത് നമ്മളെ വേർഡ്സിന് ഹൈ പവർ ഉണ്ട്, ഓരോ വേർഡ്സിനും ഹൈ എനർജി ഉണ്ട്, നമ്മളെ വേർഡ്സ് പവർഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വേർഡ്സ് വെള്ളത്തിൽ തട്ടിയിട്ട് വാട്ടർ മോളിക്യൂളിംഗ് ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പോൾ അത് ആ വെള്ളത്തിനെ തന്നെ ടോട്ടലി ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വേർഡ്സും വാട്ടർ മോളിക്യൂളിംഗ് ചേഞ്ചസ് വന്നിട്ട് അതിൽ ആ വാട്ടറിനെ തന്നെ മാറ്റം വരുത്താന് ഈ ഹൈ പവർഫുൾ ആയിട്ടുള്ള ഈ വേർഡ്സ് കൊണ്ട് പറ്റും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് നമ്മൾ വെള്ളത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാല് നമ്മൾക്കും ആ എനർജി, അതായത് ആ മാനിഫെസ്റ്റേഷൻ എനർജി നമ്മളിലേക്ക് കടന്നു വരും, അത് റിയലിറ്റി ആയി സംഭവിക്കും എന്നുള്ളതാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയി പറയുകയാണെങ്കിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. അതായത് രണ്ട് ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഒരു ബോട്ടിൽ, നിങ്ങളിത് പലതവണ കേട്ടിട്ടുണ്ടാകും, പക്ഷെ റിയാലിറ്റി ലൈഫിൽ നിങ്ങളത് യൂസ് ചെയ്യാം. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങള് നമ്മൾ വാട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് ഒരു ബോട്ടിൽ, ഒരു വാട്ടറിൽ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് എപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫീലിംഗ് സ്ട്രെസ്ഡ്, ഡിപ്രഷൻ, സാഡ്, ആങ്സൈറ്റി, അത്തരത്തിലുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒരു ബോട്ടിലുള്ള വാട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരു ബോട്ടിൽ എന്ത് ചെയ്യണം? ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, എനർജി, ഹാപ്പി, കാം, മെഡിറ്റേറ്റ്, അത്തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു വാട്ടർ ബോട്ടിൽ നമുക്ക് ഏത് രീതിയിലും, അത് അയാം എന്ന പവർഫുൾ വേർഡ് യൂസ് ചെയ്തിട്ടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് ബോട്ടിലും നമ്മൾ ഒന്നിൽ ബാഡ് എന്നും ഒന്നിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ബാഡ് എന്ന ബോട്ടിൽ നിങ്ങളത് റിയാലിറ്റിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അതായത് ഒരു ബോട്ടിൽ ഇങ്ങനെയും ചെയ്യാം, മറ്റേ ബോട്ടിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം ചാൻഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ആ വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്ക് കാണാൻ പറ്റും. മറ്റേ നമുക്ക് അറിയൂല, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും ആ വെള്ളത്തിന് എന്താണെന്നുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീസർ ആയി കഴിഞ്ഞാൽ ആ ഫ്രീസിൽ നമുക്ക് ശരിക്ക് കാണാൻ പറ്റും. ഈ ബാഡ് ആയിട്ടുള്ളതിൽ ശരിക്ക് പൊട്ടിയിട്ടായിരിക്കും, അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി നമുക്ക് കാണാൻ പറ്റൂല. പക്ഷേ ഈ പോസിറ്റീവ് ആയിട്ട് കൊടുത്തിട്ടുള്ള ബോട്ടിൽ എന്ന് പറയുന്നത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, ഭയങ്കര വൃത്തി, ഭയങ്കര നീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സും ഹൈ പവർഫുൾ ആണ്. നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വാട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അറിയാം, വാട്ടർ നല്ല എനർജി ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പൊ അതിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഈ വാട്ടർ മോളിക്യൂളിൽ എനർജി ചേഞ്ച്, അതായത് അതിൽ എന്തായാലും ഷിഫ്റ്റ് വരുത്താൻ പറ്റും. അത് നമ്മൾ പൊതുവേ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴെന്താ, നമ്മള് സറൗണ്ടിങ്സിൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടും, നമ്മളിപ്പോ ഒരു വിഷമിച്ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ ക്ഷീണിതനാകുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഫുള്ള് പരാതികൾ പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ അവസ്ഥയെ പഴിചാരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വെള്ളം കുടിക്കുന്നത്. ഇത് നമ്മളെ ബോഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും വീക്ക് ആവുക ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളെ ബോഡിയിൽ 75% വാട്ടർ കണ്ടന്റ് ആണ് എന്നുള്ളത്. എല്ലാവരുടെ ബോഡിയിലും 75%ഓളം വാട്ടർ കണ്ടന്റ് ആണ്. അപ്പോ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ അത് എഫക്ട് ചെയ്യുന്നുള്ളതാ. ഇപ്പോ നമ്മൾ കുടിക്കുന്ന വെള്ളം എത്ര പോസിറ്റീവ് ആയിട്ട് നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ എത്ര അടിപൊളിയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, പക്ഷെ ഇനിയിപ്പോഴും ഈ ടെക്നിക്കൊക്കെ ചെയ്യും. അപ്പൊ നമ്മള് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം, അവർ ഭയങ്കര പോസിറ്റീവ് ആയിട്ടായിരിക്കും. അല്ലാത്ത ആളുകൾ പോസിറ്റീവ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും. ഒരു സ്ഥലത്ത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് ട്രൈ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഒരു സമയത്ത് നമ്മൾ പരാതി പറയും, കുറ്റം പറയും, അത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ലോ വൈബ്രേഷനിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലുള്ള ഈ 75% വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മളെങ്ങനെ ഗ്രാബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ 75% പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എന്ത് സംസാരിക്കുന്നത്, നമ്മൾ എന്ത് ചിന്തിക്കുന്നത്, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നത് എന്നതിനനുസരിച്ച് നമ്മൾ എനർജി വേരിയേഷൻ വരും.
ഇപ്പൊ പല ആളുകളും പറയും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താഗ്രഹിക്കുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. അതുപോലെ എനിക്ക് മാനിഫെസ്റ്റേഷൻ ഒന്നും റിസൾട്ട് കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും 24 അവറും ഹാപ്പി ആയിട്ട് ഇരിക്കാനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കും. അവർക്ക് അറിയാം ഇതിന്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ വാട്ടർ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതും അതിൽ എങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റും. കാരണം നമ്മളെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരുത്തേണ്ട ഒരു ടിപ്സുകളിലുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഒരു ബോട്ടിൽ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരു ബോട്ടിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചാൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് നോക്കിയാൽ മതി. അത്തരത്തിൽ നിങ്ങൾക്ക് അതിൽ ഷിഫ്റ്റ് വരുത്താൻ പറ്റും. അതിന് ടേസ്റ്റിൽ തന്നെ ഡിഫറെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മളെ ബോഡി അത് അത്രയും അഫക്ട് ചെയ്യുന്നുണ്ട്. 75% വാട്ടർ കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ എത്ര പോസിറ്റീവ് ആയിട്ടുള്ള വെള്ളം കുടിക്കാൻ ശ്രമിച്ചു അതല്ല, നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യതയായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും, പക്ഷേ നമ്മൾ റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പരാതിയും കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടന്റ്, അതായത് അത്തരത്തിലുള്ള ആ ഒരു സറൗണ്ടിങ്സിൽ വളരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു മാനിഫെസ്റ്റേഷനും സംഭവിക്കൂല. അപ്പോൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മളെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവൃത്തി, നമ്മളെ സംസാരം, നമ്മളെ ചിന്ത, ഇത് മൂന്നും നമ്മൾ എപ്പോഴും അവെയർ ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോ ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലും അതന്നെയാണ് പറയുന്നത്. നമ്മൾ 75% കണ്ടന്റ് വെള്ളാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ വരെ എനർജി ഉണ്ട് എന്നുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന പവർഫുൾ, ഐ എം ഹെൽത്തി, ഐ എം കോൺഫിഡന്റ്, ഇത് നിരന്തരം ചാൻഡ് ചെയ്യും. ഒരു ഭാഗത്ത് നമ്മൾ ഇത്തരത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയിലും സംസാരത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ ബോഡീന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 75% വാട്ടർ കണ്ടന്റ് ആണെങ്കിൽ ആ വാട്ടർ മോളിക്കൂൾ എനർജി ചേഞ്ച് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന വെള്ളത്തിലൊക്കെ ലോ പവറാണ്, ഫുള്ള് പരാതിയും പരിഭവവും ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി പോലും അത് എഫക്ട് ചെയ്യും. അത് രോഗം കൊണ്ടായിക്കോട്ടെ പല രീതിയിലും നമ്മൾ അത് എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ മാനിഫെസ്റ്റേഷൻ ഒരു ടെക്നിക്കാണിത്. ഇതൊരു ഹൈ പവർഫുൾ ആയ ടെക്നിക്കാണ്. നമ്മളെ വേർഡ്സിന് ഹൈ പവർഫുൾ ആണ്. നമ്മളെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാം അഫർമേഷന്റെ ഇമ്പോർട്ടന്റ്. അതായത് ആവർത്തിച്ച് എന്താണോ നമ്മൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ലൈഫിൽ റിയാലിറ്റി ആയി സംഭവിക്കുന്നുള്ളത്. അത് എങ്ങനെ യൂസ് ചെയ്യണം, അത് ഈ വാട്ടർ ടെക്നിക്കിലൂടെ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവരത് യൂസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്നു. പക്ഷേ പല ആളുകളും ഇതൊന്നും അറിയാതെ, നമ്മൾ അറിയാതെയാണ് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പൊ ഒരു കാര്യം നിരന്തരം ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിയാലിറ്റിയിൽ സംഭവിക്കും. അതുകൊണ്ടാണ് ഗാന്ധിജിയൊക്കെ പറഞ്ഞിട്ടുള്ളത് വാട്ട് യു തിങ്ക് യു ബിക്കം എന്നുള്ളത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്, വളർച്ചയിലേക്ക് എത്തിയ ആൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആളുകളെ എപ്പോഴും അതിനെക്കുറിച്ച് ഐഡിയാസും പ്ലാൻസ് ആയിരിക്കും സംസാരിക്കുക. പക്ഷേ ഈ ലോ വൈബ്രേഷനുള്ള ആളുകൾ എപ്പോഴും കുറ്റവും പരാതിയും ചുറ്റുള്ള അവസ്ഥയെ കുറിച്ചും രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും കുറ്റം പറഞ്ഞിട്ടും അവരങ്ങനെയാണ് ഇവരെ അങ്ങനെയാണ്. ഇപ്പോ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഏത് ലെവലിലാണ് എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നതെങ്കിൽ നമ്മളും ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മളെ വളർച്ചയും ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അറിവുകളും, ഇനിയിപ്പോ ഒരുപാട് അറിവുകൾ കിട്ടി, ആ അറിവുകൾ ഉപയോഗപ്പെടുത്താത്തോളം കാലം നമ്മൾക്ക് ഒരു വളർച്ചയും ഉണ്ടാവില്ല. അതിപ്പോ ഏതൊരു കാര്യം, അപ്പൊ നമുക്ക് ഒരുപാട് സ്നേഹമുണ്ട്, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതും എല്ലാം ഉണ്ട്. അത് നമ്മൾ റിയാലിറ്റിക്ക് ഫേസ് ചെയ്ത് കൊണ്ടുവരുന്നില്ല. അപ്പൊ നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ലൈഫ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അറിയാം അവരുടെ ലൈഫ് എത്രത്തോളം ഫ്ലോ ആണ്, എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത്. പക്ഷെ ഇപ്പോഴുള്ള റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ എങ്ങനെ പഴിചാരി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ലൈഫിൽ ഒരു ചേഞ്ചസും കൊണ്ടുവരുത്താൻ പറ്റൂല. ഇത്തരത്തിലുള്ള അറിവുകൾ കിട്ടുമ്പോൾ അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വാട്ടർ ടെക്നിക്കിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ നേടിയെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ബോട്ടിലെ 2 ബോട്ടിൽ എടുത്തിട്ട് ഒരു ബോട്ടിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരു ബോട്ടിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചാൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അതിന്റെ ഷിഫ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ ഇപ്പോ എന്നും മോർണിംഗിൽ നിങ്ങൾ എഴുന്നേൽക്കുന്നത് അതിൽ വെള്ളം ഒരുപാട് എനർജറ്റിക് ആയ വാട്ടർ കുടിച്ചു എന്ന് വിചാരിച്ചോ, പക്ഷെ നിങ്ങൾ പരാതിയും പരിഭവങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ആ വെള്ളം കുടിച്ചതെങ്കിൽ അതിനൊരു
ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതിന് പകരം നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഹൈ പവർഫുൾ ആണ് നമ്മളെ വേർഡ്സ് എന്ന് പറയുന്നത്. ആ വാട്ടറിലുള്ള മോളിക്യൂളിങ് ചേഞ്ച്, ആ അത് ചേഞ്ച് വാട്ടർ മോളിക്യൂൾ ചേഞ്ചസ് വരുത്തുന്നത് അത് നമ്മളെ ടോട്ടലി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് നമ്മൾ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ 75% ബോഡിയിൽ വാട്ടർ കണ്ടന്റ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ അത്രത്തോളം പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും അതുപോലെ ലൈഫിൽ ആഗ്രഹങ്ങൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുത്താനും ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് താഴെ കമന്റിൽ നിങ്ങൾ അതിന്റെ റിസൾട്ട് അതുപോലെ ഇതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ, അതുപോലെ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്ത് ഏത് രീതിയിലാണ് റിസൾട്ട് ഒക്കെ അറിയണം എന്നുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരുപാട് ആളുകൾ റിസൾട്ട് കൊണ്ടുവന്നിട്ട്, കാരണം നമുക്കൊക്കെ ആവശ്യം ഹൈ എനർജി അതുപോലെ ഹൈ വൈബ്രേഷനിൽ ഇരിക്കുക എന്നുള്ളത്. അപ്പോ നമ്മളെ ബോഡിയിലുള്ള 75% പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ബോഡി അത് എഫക്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഹെൽത്തിനെ അത് പല രീതി, നമ്മൾ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മളിപ്പോ നമ്മുടെ ബോഡിയിൽ ഇന്ന ചേഞ്ചസ് കൊണ്ടുവരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മളെ മൈൻഡ് സെറ്റ്, നമ്മളെ എനർജി, നമ്മളെ വൈബ്രേഷൻ, ഹൈ വൈബ്രേഷൻ ആവുക എന്നുള്ളതൊക്കെ. ആ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ടെക്നിക്കാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ഈ വാട്ടർ കണ്ടൽ, അതായത് വെള്ളം എടുത്തു കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വെള്ളത്തിനോട് സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ആ വാട്ടർ കണ്ടന്റ് കൂടുതൽ അതിനെ എഫക്ട് ചെയ്ത് നമുക്ക് റിയാലിറ്റിയിൽ അത് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാണ്. ദാറ്റ്സ് ഓഫ് ഫോർ ടുഡേ. ബൈ.